ജീസസ് ലവ്സ് യു പ്രോഫറ്റിക് മിനിസ്ട്രിയുടെ മോർണിംഗ് ഗ്ലോറി പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹപ്രദമായ നല്ലൊരു ദിവസം ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് നൽകുമാറാകട്ടെ. യുദ്ധത്തിൻ്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം തിരുവചനം നിങ്ങളോട് ഇപ്രകാരം പറയുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. സ്നേഹിപ്പാൻ ഒരു കാലം, ദേഷിപ്പാൻ ഒരു കാലം, യുദ്ധത്തിനായി ഒരു കാലം, സമാധാനത്തിനായി ഒരു കാലം ഉണ്ട്. അങ്ങനെയെങ്കിൽ യുദ്ധത്തിൻ്റെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ലോകത്തിന് സമാധാനത്തിൻ്റെ ഒരു കാലഘട്ടം തുറന്നു തരാൻ ദൈവത്തിന് കഴിയും. ലോകത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന് ലോക സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സമാധാനത്തിൻ്റെ ഒരു സീസൺ, കഴിഞ്ഞ നാളുകളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ വീണ്ടെടുക്കാൻ കഴിയും എന്ന് ഇന്ന് പകൽക്കാലം ഈ തിരുവചനങ്ങളിലൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ശത്രുക്കളായിരിക്കുന്ന ലോക നേതാക്കന്മാർ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ലോക നേതാക്കന്മാർ സമാധാനത്തിൻ്റെ പുത്രന്മാരായി തീരാൻ നമുക്കേവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അവൻ യഹോവ ഷാലോമായി നമ്മളോട് കൂടെ വസിക്കുന്നു. യോഹന്നാൻ 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല. നിങ്ങളുടെ ഹൃദയം ഭ്രമിക്കരുത്, കലങ്ങരുത്. ഇന്ന് പകൽക്കാലം എൻ്റെ പ്രോഗ്രാം കാണുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് ദിവ്യമായ സമാധാനം, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളും പാർക്കുന്നിടത്ത് ദിവ്യമായ ഒരു സമാധാനത്താൽ ദൈവം നിറയ്ക്കും. ഇരിക്കണം. ഇന്ന് പകൽക്കാലം സമാധാനത്തിൻ്റെ ദിവസങ്ങൾ നമുക്കായി ദൈവം കരുതിയിരിക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ നൈസ്